ഹലോ ഗൈസ്, ഇന്ന് നല്ലൊരു കോമ്പിനേഷനെ പറ്റിയാട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ കോമ്പിനേഷൻ നമുക്ക് ജലദോഷം ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ പനി പിടിച്ച് വയ്യാതിരിക്കുന്ന ദിവസങ്ങളിൽ കറി ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കാം. നമ്മളുടെ പയറുപ്പേരി ഇവനാണ് നമ്മുടെ താരം. അപ്പോൾ ഇവനെ ഉണ്ടാക്കാൻ എങ്ങനെ അറിയോ? കടുക് പൊട്ടിക്കുക, ചടപടയെ പൊട്ടിക്കുക, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് നല്ലപോലെ വഴറ്റുക. ചെറുള്ളിയാണ് കേട്ടോ ബെസ്റ്റ്, അതാണ് നല്ല അടിപൊളി ടേസ്റ്റ് കൊടുക്കുക. ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് സവാള ഉപയോഗിച്ചു എന്നുള്ളേ. പിങ്ക് കളറാവുന്നവരെ വഴറ്റുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറിടുക, വെള്ളം തെളിച്ചു കൊടുക്കുക, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, അടച്ചു വയ്ക്കുക. നല്ല പോലെ വഴറ്റണം കേട്ടോ. ഇടയ്ക്കെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് വരെ നല്ല പോലെ വഴറ്റണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് കഴിച്ചാലോ? പയറുപ്പേരി മാത്രം കഴിച്ചാൽ പോരാ, കോമ്പിനേഷൻ പറഞ്ഞാൽ എന്തൊക്കെയാ അറിയോ? നല്ല ചൂടുള്ള ചോറ്, പിന്നെ നല്ല കട്ട തൈര് നിർബന്ധമാണേ, ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ നമ്മളുടെ മെയിൻ ആള് നമ്മളെ പയറുപ്പേരി. ഇതാ ഈ അച്ചാറുണ്ടല്ലോ, അച്ചാർ വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ അച്ചാറുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. ഈ അച്ചാറും ഈ കട്ടത്തൈരും പിന്നെ നമ്മുടെ എരിവും ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുള്ള ഈ ഒരു ഉപ്പേരിയും കൂട്ടി പിടിച്ചുണ്ടല്ലോ, നല്ലപോലെ ഇങ്ങനെ കുഴയ്ക്കാം. നല്ലപോലെ ഇങ്ങനെ കുഴച്ചിട്ട് ഒരു ഉരുള